അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബഹുമാനരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ അറിയുവാനുള്ള വഴിയിലാണ് നാം. കുറേ ക്ലാസ്സുകൾ പിന്നിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നമ്മുടെ മനസ്സിൻ്റെ വ്യവഹാര രൂപങ്ങളിൽപ്പെട്ട ഈഗോ അഥവാ ഹവ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞു കഴിഞ്ഞു. എന്താണ് ഹവ മൂലം സംഭവിക്കുന്ന ഷർറുകൾ? അള്ളാഹു നൽകിയിരിക്കുന്ന അവൻ്റെ നേർവഴി, നേരായ പാന്താവ്, ഹുദ, ആ ഹുദക്ക് എങ്ങനെയാണ് ഈഗോ തടസ്സം നിൽക്കുന്നത് എന്ന കാര്യമാണ് നമുക്കറിയേണ്ടത്. അത് പരിശോധിക്കുകയാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മിൽ ഒരു അപര വ്യക്തിയായി അഭിനയിക്കുന്ന ഒരു സംഗതിയാണ് ഈഗോ എന്ന് പറയുന്നത്. നമ്മിൽ പ്രകടമാകുന്ന ഒരു അപര വ്യക്തി, മനസ്സിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ അഥവാ യഥാർത്ഥ വ്യക്തിയല്ല. നമ്മളായി അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും വന്നു കിട്ടിയ കൃത്രിമ വ്യക്തിത്വമാണിത്. അതിനാൽ തന്നെ ഈ വ്യക്തിത്വം പൂർണ്ണമല്ല, അപൂർണമാണ്. എപ്പോഴും അതിനെ പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് സംതൃപ്തമല്ല. അതുകൊണ്ട് തന്നെ നിരന്തരം അതിനെ പുനർനിർമ്മിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഈഗോ എന്ന് പറയുന്നത്. കുറേ ഭാവപ്രകടനങ്ങളാണ് ഈഗോയിലൂടെ പ്രത്യക്ഷമാകുന്നത്. നമുക്ക് യഥാർത്ഥ വ്യക്തിത്വം ഏതാണെന്ന് അറിയാത്തതിനാൽ നമ്മിലേക്ക് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെടണം, കൂട്ടിച്ചേർക്കപ്പെടണം, അഡീഷണലായി വരണം. എങ്കിലേ നമ്മളൊരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാവുകയുള്ളൂ, സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്ന ഒരു ചിന്ത, ഒരു തോന്നൽ, മനസ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു തോന്നൽ, അതാണ് ഈഗോയിലൂടെ വരുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കാം. കുറേ ഭാവപ്രകടനങ്ങൾ. ഡോക്ടർ എന്ന ഭാവം, എഞ്ചിനീയർ എന്ന ഭാവം, ഉദ്യോഗസ്ഥൻ എന്ന ഭാവം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഭാവം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ആശയം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഉദ്യോഗസ്ഥനാണെന്ന ഭാവം, പണ്ഡിതനാണെന്ന ഭാവം, പ്രഭാഷകനാണെന്ന ഭാവം, അതേപോലെ തന്നെ വലിയ സ്കോളറാണ് എന്ന വാദം, മഹാപണ്ഡിതനാണെന്ന ഒരു ഭാവം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഭാവപ്രകടനങ്ങൾ. ഭരണാധികാരിയാണെന്ന, സ്ഥാനമാനങ്ങളുള്ളവനാണെന്ന, നേതാവാണെന്ന, പലതരത്തിലുള്ള, വലിയ തറവാട്ടുകാരനാണെന്ന, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഭാവ പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയും കുറെ പരിഗണനകൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ഇത് അംഗീകരിച്ചു തന്നിട്ടില്ലെങ്കിൽ, ഞാനൊരു പ്രമാണിയാണ് എന്ന് അംഗീകരിച്ചു തന്നിട്ടില്ലെങ്കിൽ, ഞാനൊരു മഹാപണ്ഡിതനാണ് എന്നത് സമൂഹം അംഗീകരിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്ക് പരാതിയായി, എനിക്ക് ഉള്ളിൽ വേദനയായി, പ്രയാസമായി. അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിൽ നിന്ന് കിട്ടിപ്പോരണം, സമൂഹത്തിൽ നിന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആഡ് ചെയ്യാനില്ല, ഒന്നും കിട്ടേണ്ടതില്ല. അവന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന യഥാർത്ഥ വ്യക്തിത്വമാണത്. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് ഒരു അഡീഷണലായിട്ട് ഒന്നും വരണം എന്നില്ല. എങ്കിലും അവൻ സംതൃപ്തനായിരിക്കും. ഇങ്ങനെ കുറെ കിട്ടാനുള്ള വ്യക്തിത്വമായി മാറുന്ന ഈ പ്രവർത്തനമാണ് ഈഗോ ആയി നമ്മിൽ പ്രവർത്തിക്കുന്നത്. സാർ എന്ന് വിളിക്കണം, വലിയ സ്വീകരണം കിട്ടണം, അംഗീകാരം കിട്ടണം, ഇരിക്കാൻ ഇടം കിട്ടണം, പരിഗണിക്കണം, സൂക്ഷിച്ചെന്നോട് സംസാരിക്കണം,
മര്യാദയോടുകൂടെ മുന്നിൽ നിൽക്കണം എന്നൊക്കെയുള്ള ഒരു തരം, അത് കിട്ടിയിട്ടില്ലെങ്കിൽ നീരസവും പ്രയാസവും ദേഷ്യവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം ഭാവപ്രകടനത്തിന്റെ പേരാണ് ഈഗോ വ്യക്തിത്വം എന്ന് പറയുന്നത്. എന്നെ ചോദ്യം ചെയ്യരുത്, എൻ്റെ വിവരം ചോദ്യം ചെയ്യപ്പെടരുത്, അതേപോലെ തന്നെ വിമർശിക്കപ്പെടരുത്, എന്നെ വിമർശിക്കരുത്, കുറ്റം പറയരുത് എന്നൊക്കെയുള്ള കുറേ ഇഷ്ടാനിഷ്ടങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിത്വം. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അമർഷമായി, ദേഷ്യമായി, സങ്കടമായി, വിരോധമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുടെ പേരാണ് ഈഗോ എന്ന് പറയുന്നത്. ഞാൻ ആരാണെന്ന ഭാവം അതുമായി നടക്കുന്നത്. ശരി, എങ്കിൽ ഇതൊക്കെ സമൂഹത്തിലുണ്ടല്ലോ. ഈ സ്ഥാനമാനങ്ങളും ഈ ഒരു യോഗ്യതകളും ഒക്കെയുള്ള ധാരാളം മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണല്ലോ നമ്മളും. അതിൽ ഏതൊക്കെയോ ഭാഗങ്ങളായിരിക്കുമല്ലോ. എങ്കിൽ എന്താണ് വളർന്നു വരേണ്ടത്? ഭാവങ്ങളല്ല, ഭാവപ്രകടനങ്ങളല്ല എങ്കിൽ പിന്നെ എന്താണ് കടന്നു വരേണ്ടത്? അതാണ് നാം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത്. ഭാവത്തിനു പകരം കടന്നു വരേണ്ട ഒരു മഹാഗുണമുണ്ട്, ഒരു വലിയ മാനസിക തലമുണ്ട്. അതാണ് നമ്മിലേക്ക് കടന്നു വരേണ്ടത്. അതെന്താണ്? അതാണ് ബോധമെന്ന തലം. ഞാൻ ആരാണെന്ന ബോധം, അഥവാ ഞാൻ ഒരു അധ്യാപകനാണെന്ന ബോധം എന്നെ കർത്തവ്യരൂഢനാക്കും. ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കും. ആ ബോധമാണ് വേണ്ടത്. നേതാവെന്ന ബോധമാണ്, പണ്ഡിതനാണെന്ന ബോധം വേണം, ഡോക്ടർ എന്ന ബോധം. ഈ ബോധതലം ഉണരണം. എങ്കിൽ മാത്രമേ ഞാൻ എങ്ങനെയാണ് നിലകൊള്ളേണ്ടത്, എൻ്റെ സ്വഭാവത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഭാവപ്രകടനങ്ങൾക്ക് അതൊന്നുമില്ല. അവന്റെ വ്യക്തിത്വം കെട്ടിപ്പടുത്ത ആ ഇഷ്ടികകൾ തകരുന്നതിന്റെ ഭയവും ആശങ്കയും മാത്രമായിരിക്കും അവർക്കുണ്ടാവുക. എന്നാൽ ഞാൻ ആരാണെന്ന ബോധം എന്നിൽ വളർന്നു വരുമ്പോൾ എന്നിലുള്ള ഉത്തരവാദിത്തം നിറവേറ്റപ്പെടും. നോക്കുക, അത് എല്ലാ രംഗത്തും നമ്മുടെ കുടുംബജീവിതത്തിനും വളർന്നു വരണം. എല്ലാ രംഗത്തും അത് കടന്നു വരണം. എന്താണ് നമുക്ക് ലഭിക്കപ്പെട്ട ഈ നേട്ടങ്ങളൊക്കെ? നമ്മൾ പറയും, ഞാൻ കഷ്ടപ്പെട്ട് നേടിയ സ്ഥാനമാനങ്ങളാണ് ഇതൊക്കെ, ഇതൊന്ന് അംഗീകരിച്ചു തരണ്ടേ, ഇനിയെങ്കിലും ഒന്ന് പരിഗണിച്ചു തരണ്ടേ എന്ന തോന്നൽ. എന്താണ് വാസ്തവത്തിൽ ലഭിക്കപ്പെട്ടതൊക്കെ? നാം ജനിച്ചു വന്നപ്പോൾ ഇതൊന്നും നമുക്കില്ല, ഒന്നുമില്ലാത്തവരായിരുന്നു. അങ്ങനെ ഒന്നുമില്ലാത്ത നമ്മിലേക്ക് ഇതൊക്കെ കടന്നു വന്നത് എങ്ങനെയാണ്? എൻ്റെ അധ്വാനവും എൻ്റെ കഷ്ടപ്പാടും, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതും നേടിയതുമൊക്കെയാണ് എന്നാണോ നമ്മുടെ ധാരണ? എങ്കിൽ അത് തിരുത്തപ്പെടണം. അള്ളാഹുവിൽ നിന്ന് അവൻ അനുവദിച്ച് അവൻ വഴിവ് കാട്ടിത്തന്ന ഒരു അനുഗ്രഹമാണിതൊക്കെ, അവന്റെ അനുഗ്രഹങ്ങളാണ് എന്ന ഒരു ബോധതലത്തിലേക്ക് നമ്മൾ എത്തണം. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരാകണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ രാജ പദവികളുണ്ടായിരുന്ന, വലിയ കഴിവുകളുണ്ടായിരുന്ന ഒരു പ്രവാചകനായിരുന്നു, രാജാവായ പ്രവാചകനായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്കറിയാം ആ ചരിത്രം. സൂറത്തുൻ നംലിൽ ആ കാര്യം വിവരിക്കുന്നു. 27-ാമത്തെ അധ്യായം 40-ാമത്തെ വചനം നാം ഒന്ന് കൃത്യമായി ഒന്ന് പരിശോധിച്ചു നോക്കണം. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു, മറ്റൊരു നാട്ടിലെ ഭരണാധികാരിയുടെ സിംഹാസനവും ആ ഭരണാധികാരിയും തന്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ആ സിംഹാസനം തന്റെ മുന്നിലാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം ആ രാജാവിന്, ആ രാജ്ഞിക്ക്, ആ റാണിക്ക്. ആ രൂപത്തിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ആരാണ് മോൻ, ഞാൻ എൻ്റെ കഴിവെന്താണ് എന്ന തോന്നലല്ല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഉണ്ടായത്. നാം ഒന്ന് പരിശോധിക്കുക. ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എൻ്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്, റബ്ബ് നൽകിയ ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാനാണിത്. എന്നെ പരീക്ഷിക്കുകയാണ്, പരിശോധിക്കുകയാണ് റബ്ബ്. ഈ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് അഷ്കുറു, ഞാൻ നന്ദി കാണിക്കുമോ, അം അക്ഫുറു,
നന്ദി കേട് കാണിക്കുന്നവനാകുമോ എന്നെ പരിശോധിക്കുകയാണ് എന്ന ബോധതലത്തിലേക്ക്, ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരികയാണ്. ആ ബോധം കടന്നു വരികയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ. ഫമൻ ശക്കറ, നന്ദി കാണിച്ചാൽ അത് പടച്ചോണൊന്നും കിട്ടാനല്ല. വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, തന്റെ ആത്മാവിലാണ് അതിന്റെ പുരോഗതി സംഭവിക്കുക. തന്റെ ആത്മാവിനാണ് അതിന്റെ നേട്ടം. ആത്മാവാണ് ഉയർന്നു വരിക. വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ, നന്ദി കേട് കാണിച്ചാൽ ഫഇന്ന റബ്ബി ഗനിയ്യ്, തീർച്ചയായും എന്റെ രക്ഷിതാവ് എത്ര ഐശ്വര്യവാനാണ്. ഈ പ്രപഞ്ചമാകമാനം അവന്റേതാണ്. അവനൊന്നും കിട്ടണ്ട. അവന്റെ സ്ഥാനത്തിന് നമ്മുടെ ഒരു നന്ദി കിട്ടണമെന്നില്ല. ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ അവൻ ധന്യനാണ്, കരീമാൻ, ഉദാരമതിയാണ്, വീണ്ടും കൊടുക്കും അവൻ. നന്ദി കേട് കാണിക്കുന്നവർക്ക് പോലും അവൻ കൊടുക്കാൻ അത്രമാത്രം ഔദാര്യവാനാണ്, കരീമാണ് അവൻ എന്ന ഒരു വിശ്വാസത്തിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു. ഇത് നമുക്കുള്ള മാതൃകയാണ്. എല്ലാം അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരാവുക എന്നതാണ് യഥാർത്ഥ വ്യക്തിയുടെ ഉത്തരവാദിത്വം. അതാണ്, ആ വ്യക്തിയാണ് നമ്മിലേക്ക് കടന്നു വന്ന അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി കണ്ട് നമ്മളാരാണ്? അള്ളാഹുവിന്റെ അടിമകൾ, അവന്റെ പ്രിയപ്പെട്ട ദാസന്മാർ, ഒന്നുമില്ലാത്തവർ. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേത്. എന്റെ കൂടെ ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റേത്. ഞാൻ അവന്റെ പ്രിയപ്പെട്ട ദാസൻ എന്ന യഥാർത്ഥ തിരിച്ചറിവിന്റെ വ്യക്തിത്വത്തിലേക്ക്, ഈഗോയിസ്റ്റിക്കിൽ നിന്നും യഥാർത്ഥ വ്യക്തിയിലേക്കുള്ള ദൂരം, അവിടെയാണ് ഹുദ നമ്മിലേക്ക് കടന്നു വരിക. അവിടെയാണ് നമ്മിലേക്ക് സമാധാനവും ശാന്തിയും കടന്നു വരിക. അവിടെയാണ് ഈ ജീവിതത്തിന്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതിനാൽ ഹവയിൽ നിന്ന്, ഈഗോയിൽ നിന്നും മറികടക്കണം. അതിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യണം. കുടുംബത്തിൽ നടക്കണം. ഭാവങ്ങളല്ല, ഭർത്താവെന്ന ഭാവം, ഭാര്യ എന്ന ഭാവം, മൂത്ത മകനെന്ന ഭാവം, മകളെന്ന ഭാവം, മരുമകളെന്ന ഭാവം, അതേപോലെ തന്നെ അമ്മായിയമ്മയാണെന്ന ഭാവം, അമ്മോശനാണെന്ന ഭാവം, എല്ലാ ഭാവങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ബോധത്തിലേക്ക് തിരിച്ചു വരണം. ഞാനൊരു ഉമ്മയാണ്, ഇപ്പോൾ എനിക്കൊരു മരുമകളും കൂടെ ഉള്ള ഉമ്മയാണ് ഞാൻ എന്ന ബോധത്തിലേക്ക്, ഉത്തരവാദിത്തത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കണം. ഞാൻ ഭർത്താവാകുന്നത് കൊണ്ട് എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന ബോധതലത്തിലേക്കാണ് ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഒരു വചനം ഈ സന്ദർഭത്തിൽ നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്, മഹാരാജാക്കന്മാരാണ് നിങ്ങളെല്ലാവരും. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, തന്റെ പ്രജകളെപ്പറ്റി എല്ലാവരോടും ചോദിക്കും. അത്തരത്തിലുള്ള മഹാരാജാക്കന്മാരാണെല്ലാം. വൽ അമീറു അല്ലദീ അലന്നാസി റാഇൻ അലൈഹിം, ഒരു നേതാവ്, അമീർ, തന്റെ ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്വ ബോധമുള്ളവനാണ്. മസ്ഊലുൻ അൻഹും, അവരെപ്പറ്റി അദ്ദേഹത്തിനോട് ചോദിക്കപ്പെടും. ആ മഹാരാജാവ്, എല്ലാവരും മഹാരാജാവ് ആവുക. വറജുലു റായിൻ, ഒരു പുരുഷൻ ഭരണാധികാരിയാണ്. അലാഹിലി ബൈത്തിഹി, തന്റെ വീട്ടുകാരിൽ. വഹുവ മസ്ഊലുൻ അൻഹും, അവനും അതിനെപ്പറ്റി ചോദിക്കപ്പെടും. വൽമർഅതു റായിയത്തുൻ, സ്ത്രീ, ഭാര്യ, അവളും ഭരണാധികാരിയാണ്. അല ബൈത്ത് ബാലിഹ, തന്റെ ഭർത്താവിന്റെ വീട്ടിലെ റാണിയാണ് അവൾ. വവലദിഹി, തന്റെ മക്കളുടെയും. വഹുവ മസ്ഊലുൻ അൻഹും, അവരൊക്കെയും ചോദിക്കപ്പെടും. അതിനാൽ നീതിവാന്മാരായ ഭരണാധികാരികൾ, പ്രജകളോട് സ്നേഹം ചൊരിഞ്ഞുകൊടുക്കുന്ന ഭരണാധികാരികൾ, പ്രജകൾക്ക് ക്ഷേമവും ഐശ്വര്യവും നൽകിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരി, ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുന്ന മഹാരാജാക്കന്മാരായി ഈ ദുനിയാവിൽ അന്തസ്സായി ജീവിക്കുവാനുള്ള ഒരു ജീവിതമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഹിദായത്ത് എന്ന് പറയുന്നത്. അത് ഈഗോയിൽ നിന്ന് മറികടക്കുമ്പോൾ മാത്രമാണ് ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഞാൻ ആരാണ്? ഒരു ഭരണാധികാരിയായിട്ടാണ് എന്നെ അള്ളാഹു നിശ്ചയിച്ചത്. എൻ്റെ കീഴിലുള്ളവർക്ക് നീതി നടപ്പാക്കുവാൻ, നന്മ ചൊരിയുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല
കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ, ഹവ എന്താണെന്ന്, ഹുദ എന്താണെന്ന് തിരിച്ചറിയാൻ, ഈഗോയിൽ നിന്ന് മറികടക്കാൻ ഉള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിത് പകർന്നു തരുന്ന ഗുരുനാഥന്മാരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.